നമസ്കാരം. ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് ഇവിടെ വന്ന ഒരു രോഗിയുടെ അനുഭവമാണ്. ഇദ്ദേഹത്തിൻ്റെ ഈ വ്യക്തി ഇപ്പോൾ പ്രായം 36 വയസ്സായി. കഴിഞ്ഞ കുറേ വർഷങ്ങളായി വിവാഹം നീട്ടി വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്താണ് കാരണമെന്നല്ലേ? ഏതാണ്ടൊരു 25 വയസ്സിന് ശേഷം ഇദ്ദേഹത്തിന് തോന്നി എൻ്റെ ഉദ്ധാരണം ക്രമേണ കുറഞ്ഞു വരുന്നു. ഈ തോന്നൽ വന്നത് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. ചിലപ്പോൾ അദ്ദേഹത്തിന് തോന്നി എൻ്റെ മോർണിംഗ് ഇറക്ഷൻ, ഫ്രീക്വൻസി ഓഫ് മോർണിംഗ് ഇറക്ഷൻ, അതായത് പല ദിവസങ്ങളിലും പണ്ടൊക്കെ രാവിലെ ഒരു ഉദ്ധാരണം ലഭിക്കാറുണ്ടായിരുന്നു, ഇപ്പോൾ ആ ഉദ്ധാരണം കിട്ടുന്നില്ല. അതാണ് ആദ്യമായിട്ട് ഇദ്ദേഹത്തെ വേട്ടയാടിയ പ്രശ്നം. അന്ന് മുതൽ തന്നെ ഉത്കണ്ഠ തുടങ്ങി. എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഉദ്ധാരണം കുറയുന്നു, ക്രമേണ കുറഞ്ഞതായി വരുന്നു. അതായത് ഫ്രീക്വൻസി ഓഫ് മോർണിംഗ് ഇറക്ഷൻ കുറഞ്ഞു വന്നതനുസരിച്ച് ഇദ്ദേഹത്തിന് സ്വന്തം ലൈംഗിക ശേഷി കുറയുന്നതായ ഒരു ഫീലിംഗ് വന്നു. ഒരു 28 വയസ്സ് മുതൽ വിവാഹത്തിനുള്ള അഭ്യർത്ഥനകൾ വീട്ടിൽ നിന്ന് വരുന്നുണ്ട്, അതിനുള്ള പ്രിപ്പറേഷൻ നടക്കുന്നുണ്ട്. പക്ഷേ ആളത് മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നിർബന്ധം സഹിക്കവയ്യാതെ ആയപ്പോഴാണ് കഴിഞ്ഞ 3-4 വർഷമായി പരിചയമുള്ള ഒരു സ്ത്രീയുമായിട്ട് ഒരു 3-4 തവണ ബന്ധപ്പെട്ട് നോക്കി. അവിടെയൊക്കെ പരാജയമായിരുന്നു. അദ്ദേഹം ഒരു ഡോക്ടറെ കണ്ടു. ഒന്നല്ല, പല സ്ഥലങ്ങളിൽ പോയി ചികിത്സ തേടി. ആ ചികിത്സയിലൊന്നും കൃത്യമായ ഫലം കിട്ടിയിട്ടില്ല. എവിടുന്നോ കേരളത്തിന് പുറത്തെവിടെയോ പോയിട്ട് PRP എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്തു, ഷോക്ക് വേവ് തെറാപ്പി എടുത്തു. ഇതൊന്നും അദ്ദേഹത്തിനെ സഹായിക്കാനായിട്ട് കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ വിവാഹമേ വേണ്ട എന്ന് തീരുമാനിച്ചു. പിന്നെ ഡോക്ടർ മരുന്ന് കൊടുത്തു. ഈ മരുന്ന് കൊടുത്ത മരുന്നുകൾ കഴിച്ചിട്ട് വീണ്ടും ബന്ധത്തിന് ശ്രമിച്ചു, അതും പരാജയപ്പെട്ടു. അങ്ങനെ വിവാഹം വേണ്ട എന്ന് തീരുമാനിച്ചിരുന്ന ഒരു ഘട്ടത്തിലാണ് ഒരു ഫിസിഷ്യനെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, എറണാകുളത്ത് ഡോക്ടർ പ്രമോദ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലുണ്ട്, നിങ്ങൾ അവിടെയും കൂടി ഒന്ന് പോയി പരീക്ഷിച്ച് നോക്കൂ, എന്നിട്ട് മതി ഈ ഒരു തീരുമാനം എടുക്കുക. അങ്ങനെയാണ് അദ്ദേഹം ഇവിടേക്ക് എത്തിയത്. ഇവിടെ വന്നു, പ്രാഥമിക പരിശോധനകളെല്ലാം നോർമലായിരുന്നു. നമ്മുടെ ഡോക്ടേഴ്സ് പറഞ്ഞു, നിങ്ങളുടെ പെനീസിൻ്റെ ഒരു സ്കാനും കൂടെ ചെയ്ത് നോക്കിയിട്ട് മാത്രം ഫൈനലായിട്ടുള്ള ഡിസിഷൻ എടുത്താൽ മതി. അങ്ങനെയാണ് അവസാനം ആ സ്കാൻ ചെയ്യാനായിട്ട് തീരുമാനിച്ചു. സ്കാൻ ചെയ്ത് റിസൾട്ട് പുറത്തു വന്നപ്പോൾ പെർഫെക്റ്റ്ലി നോർമലാണ്. ഈ വ്യക്തിക്ക് ലബോറട്ടറി ടെസ്റ്റുകളിൽ കുഴപ്പമില്ല, സ്കാനിൽ കുഴപ്പമില്ല, മറ്റൊന്നുമില്ല. പിന്നെ എവിടെയാണ് പ്രശ്നം? ഉത്കണ്ഠ, അമിതമായ ഉത്കണ്ഠയായിരുന്നു ഈ വ്യക്തിയുടെ പ്രശ്നം. അമിതമായ ഉത്കണ്ഠയായിരുന്നു ഈ വ്യക്തിയുടെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ശരിയായ രൂപത്തിൽ ബന്ധപ്പെടാൻ കഴിയാതിരുന്നത്. ഇപ്പം ഇങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ ചെയ്യേണ്ടത് കേവലം കുറേ മരുന്ന് കൊടുത്തുകൊണ്ട് മാത്രം പ്രശ്നം ഉണ്ടാവില്ല. എന്താണ് വ്യക്തിയുടെ യഥാർത്ഥ പ്രശ്നം എന്നുള്ളത് വളരെ കൃത്യമായി ഒബ്സർവ് ചെയ്ത് ടെസ്റ്റുകൾ ചെയ്ത് നമ്മൾ കണ്ടെത്തണം. അങ്ങനെ കണ്ടെത്തിയതിന് ശേഷം അതിനുചിതമായ ട്രീറ്റ്മെൻറ്റ് വേണം. മെഡിസിൻ മാത്രമല്ല, ഇത്തരം കേസുകളിൽ മനഃശാസ്ത്ര ചികിത്സയ്ക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ കേസിൽ മനഃശാസ്ത്ര ചികിത്സ നൽകി അതോടുകൂടി അയാളുടെ പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞു. ഈ ചികിത്സയെല്ലാം കഴിഞ്ഞ് പോയി അദ്ദേഹം വിവാഹിതനായി. വിവാഹത്തിന് ശേഷം ഒരിക്കൽ കൂടി ഞങ്ങളെ കാണാൻ ഇവിടെ വന്നു. പണ്ട് പ്രതീക്ഷിച്ചിരുന്നത് പോലെ യാതൊരു പ്രശ്നങ്ങളുമില്ല, പൂർണ്ണതൃപ്തനായി ബന്ധപ്പെടാൻ കഴിഞ്ഞു. അദ്ദേഹം വളരെ സുഖമായിട്ടിപ്പോൾ മുന്നോട്ട് പോകുന്നു. ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ട പാഠം, ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ വിശദമായ പരിശോധനകളും കൃത്യമായ കാരണം കണ്ടെത്തിയുള്ള ചികിത്സയുമാണ് ഏറ്റവും പ്രധാനം. അല്ലാതൊരു ട്രയൽ ആൻഡ് എററിൽ കൂടെ ചികിത്സിച്ചു കഴിഞ്ഞാൽ ഇത്തരം കേസുകൾ വിജയിക്കണം എന്ന് നിർബന്ധമില്ല. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.